എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ നീലക്കടലാസിലെ കനവുകൾ എന്ന ഈ പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 9. കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത. 2001 ജൂലൈ 9 മീരയുടെ വിവാഹത്തിന്റെ തലേ ദിവസം. ഗ്രാമത്തിലെ ആകാശം കറുത്തിരുണ്ട് പെയ്യാൻ വെമ്പി നിൽക്കുകയാണ്. നാരായണൻ പണിക്കരുടെ വീടിനു മുന്നിൽ വലിയൊരു പന്തൽ ഉയർന്നു കഴിഞ്ഞു. തെങ്ങോലകൾ മെടഞ്ഞുണ്ടാക്കിയ ആ പന്തലിന് കീഴിൽ വാടകയ്ക്കെടുത്ത കസേരകൾ നിരത്തിയിരിക്കുന്നു. വലിയ ചെമ്പുകളിൽ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിറകടുപ്പുകളിൽ നിന്ന് ഉയരുന്ന പുക മഞ്ഞുമൂടിയ ഗ്രാമവഴികളിൽ കലർന്നു നിന്നു. പണിക്കരുടെ വീട്ടിൽ ബന്ധുക്കളുടെ തിരക്കാണ്. സ്ത്രീകളുടെ ഉച്ചത്തിലുള്ള സംസാരവും കുട്ടികളുടെ ഓട്ടപ്പാച്ചിലും അവിടെ ഒരു ആഘോഷ പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ വീടിന്റെ ആത്മാവ് എവിടെയോ തളച്ചിടപ്പെട്ടിരുന്നു. മുകളിലത്തെ നിലയിലെ ആ അടച്ചിട്ട മുറിക്കുള്ളിൽ മീര മൗനത്തിന്റെ തടവറയിലായിരുന്നു. അവളുടെ കയ്യിൽ ആകാശ് നൽകിയ ആ പുതിയ ഡയറിയുണ്ട്. അതിലെ പേജുകൾ കണ്ണുനീർ വീണ് കുതിർന്നിരിക്കുന്നു. അവൾ ഇന്ന് അതിൽ ഇപ്രകാരം കുറിച്ചു: നാളെ ഈ സമയത്ത് ഞാൻ മറ്റൊരാളുടെ നിഴലായി മാറുമത്രേ. എന്റെ കഴുത്തിൽ വീഴാൻ പോകുന്നത് സ്വർണമാലയല്ല, മറിച്ച് എന്റെ സ്വപ്നങ്ങളുടെ കുരുക്കാണ്. ആകാശ്, നിങ്ങൾ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്മനാഭൻ പിള്ളേട്ടന്റെ കടയിൽ നിന്ന് കണ്ണൻ കൊണ്ടുവന്ന ആ ചെറിയ സന്ദേശം മാത്രമാണ് എന്റെ ശ്വാസം. ഇന്ന് രാത്രി ഈ ഗ്രാമം ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും, നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയ്ക്കായി. അതേസമയം നഗരത്തിൽ നിന്ന് ആരും അറിയാതെ ആകാശ് ഗ്രാമത്തിന്റെ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഇത്തവണ അവൻ തറവാട്ടിലേക്കല്ല പോയത്. തന്റെ സുഹൃത്ത് വിനയൻ നേരത്തെ ഏർപ്പാട് ചെയ്ത വായനശാലയുടെ പുറകിലെ ആ പഴയ ഗോഡൌണിലാണ് അവൻ ഒളിച്ചിരിക്കുന്നത്. ആ പഴയ കെട്ടിടത്തിന് മീര തന്ന ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധമുണ്ടായിരുന്നു. ആകാശേ, നീ ചെയ്യുന്നത് വലിയ റിസ്ക്കാണ്. പണിക്കരുടെ ആളുകൾ എല്ലായിടത്തും കാവലുണ്ട്. വാസു മെമ്പറുടെ ഗുണ്ടകൾ വായനശാലയുടെ പരിസരത്ത് കറങ്ങുന്നുണ്ട്, വിനയൻ മുന്നറിയിപ്പ് നൽകി. എനിക്ക് പേടിയില്ല വിനയൻ. നാളെ രാവിലെ അവൾ ആ പന്തലിലേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ എന്നെ തിരയുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. എനിക്ക് അവളെ ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. ആകാശിന്റെ ശബ്ദത്തിൽ ഒരു വല്ലാത്ത ദൃഢതയുണ്ടായിരുന്നു. രാത്രി 10 മണിയായി. പണിക്കരുടെ വീട്ടിൽ അയിനി ഊണ് കഴിഞ്ഞു. ബന്ധുക്കൾ ഓരോരുത്തരായി ഉറക്കത്തിലേക്ക് വഴുതി വീണു. മുറ്റത്തെ ഗ്യാസ് ലൈറ്റുകൾ മങ്ങിയ വെളിച്ചം ചൊരിഞ്ഞു. പെയ്തു തുടങ്ങിയ നേർത്ത മഴ പന്തലിന് മുകളിൽ ഒരു താളം സൃഷ്ടിച്ചു. ആകാശ് പതുക്കെ ഇരുട്ടിലൂടെ നീങ്ങി. അവൻ മീരയുടെ വീടിന്റെ പിൻഭാഗത്തെ റബ്ബർ തോട്ടത്തിലൂടെ പതുക്കെ നടന്നു. ചെളി നിറഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോൾ അവന്റെ ഹൃദയം പടപടാമിടിക്കുന്നുണ്ടായിരുന്നു. അവൻ മീരയുടെ ജനാലയ്ക്ക് താഴെയെത്തി. ഒരു പ്രത്യേക താളത്തിൽ അവൻ വിസിലടിച്ചു. അത് അവർക്കിടയിലുള്ള രഹസ്യ സൂചനയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ജനാലയുടെ പാളികൾ മെല്ലെ തുറന്നു. നിലാവില്ലാത്ത ആ രാത്രിയിൽ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ മീരയുടെ മുഖം തെളിഞ്ഞു. അവൾ ഒരു വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു. ആകാശ്, അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ വിളിച്ചു. മീരേ, നീ തയ്യാറാണോ? ഇനിയൊരു തിരിച്ചു പോക്കില്ല. നിന്റെ അച്ഛനെയും ഈ ഗ്രാമത്തെയും പിണക്കി വേണം നമുക്കിറങ്ങാൻ. നിനക്ക് ധൈര്യമുണ്ടോ? ആകാശ് ചോദിച്ചു. മീര തന്റെ കയ്യിലിരുന്ന ചെറിയ ബാഗ് മുറുക്കി പിടിച്ചു. അതിൽ ആകാശിന്റെ കത്തുകളും ആ ഡയറിയും മാത്രമാണുണ്ടായിരുന്നത്. എനിക്ക് നിങ്ങളെ മതി ആകാശേ. ഈ സ്വർണത്തെക്കാളും പട്ടുസാരിയേക്കാളും എനിക്ക് വലുത് നിങ്ങളോടൊപ്പമുള്ള ആ പഴയ സൈക്കിൾ യാത്രകളാണ്. ഞാൻ വരുന്നു. പെട്ടെന്ന് താഴെ വീടിന്റെ ഉമ്മറത്ത് ആരോ ചുമയ്ക്കുന്ന ശബ്ദം കേട്ടു. പണിക്കരുടെ വിശ്വസ്തനായ രാഘവൻ നായർ പറമ്പിലൂടെ നടന്നു വരുന്നുണ്ട്. ആകാശ് വേഗത്തിൽ ഒരു മരത്തിന്റെ മറവിൽ ഒളിച്ചു. രാഘവൻ നായർ ടോർച്ച് അടിച്ചു ചുറ്റും നോക്കി. ആരാത്? അദ്ദേഹം ഉറക്കെ ചോദിച്ചു. മീര വേഗത്തിൽ ജനാല അടച്ചു. ആകാശ് ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ടോർച്ച് വെളിച്ചം അവന്റെ തലനാരിഴ വ്യത്യാസത്തിൽ കടന്നുപോയി. കുറച്ചുനേരം അവിടെ നിന്ന ശേഷം രാഘവൻ നായർ അകത്തേക്ക് പോയി. കൊടുങ്കാറ്റിന് മുൻപുള്ള ആ ശാന്തതയിൽ പ്രണയം അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. 2 ഹൃദയങ്ങൾ തങ്ങളുടെ വിധി മാറ്റിയെഴുതാൻ പോകുന്ന ആ നിമിഷത്തിനായി ആകാശ് കാത്തിരുന്നു. ആകാശ് തന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. സമയം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഓരോ സെക്കൻഡും ഒരു യുഗം പോലെ. പുലർച്ചെ വിരിയുന്ന സൂര്യൻ അവർക്ക് പ്രകാശമാണോ അതോ ഇരുട്ടാണോ നൽകുക എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ജൂലൈ 10. ഗ്രാമം ഉറക്കത്തിന്റെ അവസാന യാമങ്ങളിലായിരുന്നു. മൂടൽമഞ്ഞ് പുതച്ച ആ പുലർച്ചെ 4 മണിക്ക് പക്ഷികൾ പോലും ഉണർന്നിരുന്നില്ല. അന്തരീക്ഷത്തിൽ കനത്ത മഴയുടെ നനവും കാപ്പിപ്പൂക്കളുടെ മണവും കലർന്നു നിന്നു. പണിക്കരുടെ വീട്ടിലെ പന്തലിന് താഴെ ഗ്യാസ് ലൈറ്റുകൾ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായി എത്തിയ പാചകക്കാർ അടുക്കളപുറത്ത് പതുക്കെ സംസാരിച്ചു തുടങ്ങിയിരുന്നു. ആ കോലാഹലങ്ങൾക്കിടയിലൂടെയാണ് മീര തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം നടപ്പിലാക്കാൻ ഒരുങ്ങിയത്. മുകളിലത്തെ മുറിയിൽ മീര തന്റെ കയ്യിലിരുന്ന ചെറിയ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിൽ കുറച്ച് വസ്ത്രങ്ങളും ആകാശ് നൽകിയ ആ ഡയറിയും കത്തുകളും മാത്രമാണുണ്ടായിരുന്നത്. അവൾ ജനാലയുടെ പാളികൾ ശബ്ദമില്ലാതെ തുറന്നു. താഴെ ഇരുട്ടിൽ മാവിൻ ചുവട്ടിൽ ആകാശ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു.
മീരെ, പേടിക്കണ്ട, പതുക്കെ ഇറങ്ങൂ, ആകാശ് മന്ത്രിച്ചു. ആ പഴയ മാവിൻ കൊമ്പിലൂടെ അവൾ പതുക്കെ താഴേക്കിറങ്ങി. പാവാട മരക്കൊമ്പിൽ തട്ടി ചെറിയൊരു ശബ്ദമുണ്ടാക്കിയപ്പോൾ അവൾ ശ്വാസമടക്കി പിടിച്ചു. താഴെ എത്തിയതും ആകാശ് അവളുടെ കൈകൾ മുറുക്കി പിടിച്ചു. ആ സ്പർശനം അവൾക്ക് നൽകിയ ധൈര്യം വാക്കുകൾക്കപ്പുറമായിരുന്നു. നമുക്ക് വേഗം പോകണം. 5:30-ക്കുള്ള പാസഞ്ചർ ട്രെയിൻ കിട്ടിയാൽ നമുക്ക് നഗരത്തിലെത്താം, ആകാശ് പറഞ്ഞു. അവർ പറമ്പിലൂടെ ഓട്ടി ചെളി നിറഞ്ഞ വഴികളും ഇടവഴികളും കടന്ന് അവർ മെയിൻ റോഡിലെത്തി. ദൂരെ നിന്ന് ഒരു ജീപ്പിന്റെ വെളിച്ചം കണ്ടപ്പോൾ അവർ റോഡരികിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചു. അത് വാസു മെമ്പറുടെ ആളുകളായിരിക്കുമോ എന്ന ഭയം അവരെ വേട്ടയാടി. ജീപ്പ് കടന്നുപോയതും അവർ വീണ്ടും ഓട്ടം തുടർന്നു. 5 മണിയായപ്പോഴേക്കും ഗ്രാമത്തിൽ ബഹളം തുടങ്ങി. മീരയുടെ മുറി തുറക്കാൻ വന്ന അമ്മയാണ് അവൾ അവിടെയില്ലെന്ന സത്യം ആദ്യം തിരിച്ചറിഞ്ഞത്. ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പണിക്കരുടെ അലർച്ച ആ പുലർച്ചെ ഗ്രാമത്തെ നടുക്കി. അവൾ പോയി, ആ നഗരവാസി കൊണ്ടുപോയി. വിടരുതവരെ, പണിക്കർ അലറി. അതേസമയം ആകാശും മീരയും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ ഉറക്കം തൂങ്ങി തന്റെ മുറിയിൽ ഇരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ വിരലിൽ എണ്ണാവുന്ന യാത്രക്കാർ മാത്രം. ദൂരെ നിന്ന് ട്രെയിനിന്റെ ചൂളം വിളി കേട്ടു. ആ ശബ്ദം അവർക്ക് ഒരു പ്രതീക്ഷയുടെ സംഗീതമായിരുന്നു. പെട്ടെന്ന് സ്റ്റേഷൻ റോഡിലൂടെ 3 ജീപ്പുകൾ പാഞ്ഞു വരുന്നത് അവർ കണ്ടു. ടോർച്ച് വെളിച്ചം സ്റ്റേഷൻ പരിസരത്ത് പരന്നു. ആകാശ്, അവർ വന്നു. മീര നിലവിളിച്ചു. വാ മീരെ, ഓടാം. ആകാശ് അവളെയും കൊണ്ട് പ്ലാറ്റ്ഫോമിലൂടെ ഓട്ടി. ട്രെയിൻ പതുക്കെ സ്റ്റേഷനിലേക്ക് കയറുകയായിരുന്നു. ജീപ്പിൽ നിന്ന് പണിക്കരും വാസു മെമ്പറുടെ ആളുകളും പുറത്തിറങ്ങി. അവർ റെയിൽവേ ട്രാക്കിലൂടെ ഓട്ടി വരുന്നത് കണ്ടപ്പോൾ ആകാശ് മീരയെ ട്രെയിനിന്റെ കവാടത്തിലേക്ക് തള്ളിക്കയറ്റി. അവൻ പിന്നാലെ കയറാൻ ശ്രമിച്ചപ്പോൾ പണിക്കരുടെ ആളുകൾ അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. വിടടാ അവനെ, മീര അകത്തിരുന്ന് കരഞ്ഞു. ആകാശ് സർവ്വശക്തിയും സംഭരിച്ച് അവരെ തള്ളിമാറ്റി നീങ്ങിക്കൊണ്ടിരുന്ന ട്രെയിനിലേക്ക് ചാടിക്കയറി. ട്രെയിൻ വേഗത കൂട്ടി. പണിക്കരും സംഘവും പ്ലാറ്റ്ഫോമിൽ കിതച്ചു നിൽക്കുന്നത് അവർ കണ്ടു. പണിക്കരുടെ മുഖത്തെ ആ ദേഷ്യവും നിസ്സഹായാവസ്ഥയും പതുക്കെ ഇരുട്ടിൽ മറഞ്ഞു. ട്രെയിനിന്റെ വിൻഡോ സീറ്റിലിരുന്ന് മീര ഏങ്ങിക്കരഞ്ഞു. അവൾ തന്റെ ഗ്രാമത്തെയും വീടിനെയും ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷെ അവളുടെ കൈകളിൽ ആകാശിന്റെ സ്പർശനമുണ്ടായിരുന്നു. കരയണ്ട മീരെ, നമ്മൾ ജയിച്ചു. ഇനി ആരും നമ്മളെ വേർപെടുത്തുകയില്ല, ആകാശ് അവളുടെ തലയിൽ കൈവച്ചു. ട്രെയിൻ പച്ചപ്പുകൾക്കിടയിലൂടെ കുതിച്ചു പാഞ്ഞു. ജനാലയിലൂടെ വരുന്ന കാറ്റിന് സ്വാതന്ത്ര്യത്തിന്റെ മണമായിരുന്നു. ദൂരങ്ങൾ പതുക്കെ അപ്രത്യക്ഷമാകുകയായിരുന്നു. അവർ നഗരത്തിലേക്ക് അടുക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു പുതിയ ലോകം തുറക്കപ്പെട്ടു. ആകാശ് തന്റെ ബാഗിൽ നിന്ന് ആ പഴയ കരിക്കട്ട ചിത്രമെടുത്തു. അതിൽ അവൾ വരച്ച ആ 2 നിഴലുകൾ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. പുലർച്ചെ 7 മണിയോടെ ട്രെയിൻ നഗരത്തിന്റെ പുകമറകൾക്കിടയിലേക്ക് പ്രവേശിച്ചു. പ്ലാറ്റ്ഫോമിലെ തിരക്കും അനൗൺസ്മെന്റുകളുടെ ബഹളവും ചായക്കടകളിൽ നിന്നുള്ള പാത്രങ്ങളുടെ കിലുക്കവും മീരയെ വല്ലാതെ ഭയപ്പെടുത്തി. ഗ്രാമത്തിലെ ആ നിശബ്ദതയിൽ നിന്ന് പെട്ടെന്ന് ഈ കോലാഹലങ്ങളിലേക്ക് എത്തിയപ്പോൾ അവൾ ആകാശിന്റെ കൈകളിൽ കൂടുതൽ മുറുക്കി പിടിച്ചു. നഗരമെന്നത് ഒരു വലിയ കടലായിരുന്നു. അവിടെ മുങ്ങിപ്പോകാൻ എളുപ്പമാണ്, പക്ഷെ നീന്തിക്കയറാൻ വലിയ കരുത്ത് വേണം. മീരെ, പേടിക്കണ്ട, നമ്മൾ എത്തി. ഇവിടെ ആരും നിന്നെ ഉപദ്രവിക്കില്ല, ആകാശ് അവളുടെ കാതിൽ മന്ത്രിച്ചു. അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. നഗരത്തിലെ തിരക്കേറിയ റോഡുകളിലൂടെ ഓട്ടോ പാഞ്ഞു പോകുമ്പോൾ മീര പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി. ഉയരമുള്ള കെട്ടിടങ്ങൾ, വലിയ സിനിമാ പോസ്റ്ററുകൾ, തിരക്കിട്ട് ജോലിക്ക് പോകുന്ന മനുഷ്യർ, എല്ലാവരും അവരവരുടെ ലോകത്താണ്. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. ഗ്രാമത്തിലെ പോലെ ഓരോ ചുവടും നിരീക്ഷിക്കുന്ന അയൽക്കാരോ വാസു മെമ്പറോ ഇവിടെ ഇല്ല എന്നത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ആകാശ് അവളെ കൊണ്ടുപോയത് തന്റെ സുഹൃത്ത് വിനയൻ ഏർപ്പാടാക്കിയ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ചെറിയ വാടക വീട്ടിലേക്കാണ്. ഒരു മുറിയും ചെറിയൊരു അടുക്കളയുമുള്ള ആ വീട് അവർക്ക് ഒരു കൊട്ടാരം പോലെ തോന്നി. ഇവിടെ തൽക്കാലം സുരക്ഷിതമാണ്. വിനയൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആകാശ് വാതിൽ തുറന്ന് അവളെ അകത്തേക്ക് ക്ഷണിച്ചു. മുറിക്കുള്ളിലെ പൊടി പിടിച്ച മണം മാറ്റാൻ മീര ജനാലകൾ തുറന്നു. പുറത്ത് നഗരത്തിന്റെ ഇരമ്പൽ കേൾക്കാം. അവൾ തന്റെ ബാഗ് താഴെ വെച്ചു. അതിൽ നിന്ന് ആകാശ് നൽകിയ ആ ഡയറി പുറത്തെടുത്തു. അവൾ ഇന്ന് അതിൽ ഇപ്രകാരം കുറിച്ചു: ജൂലൈ 10. ഇന്ന് ഞാൻ എന്റെ വീട് ഉപേക്ഷിച്ചു. എന്റെ അച്ഛന്റെ ശാപവും അമ്മയുടെ കണ്ണുനീരും ആ ട്രെയിൻ പാളങ്ങളിൽ ഉപേക്ഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ നഗരം എനിക്ക് അപരിചിതമാണ്, പക്ഷേ ആകാശിന്റെ സാന്നിധ്യം എനിക്ക് ധൈര്യം നൽകുന്നു. പ്രണയം നമ്മളെ എവിടെ എത്തിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ കൊച്ചുമുറിയിൽ ഞാൻ സ്വതന്ത്രയാണ്. ഉച്ചയായപ്പോഴേക്കും ആകാശ് കുറച്ച് ഭക്ഷണവും അവൾക്ക് ആവശ്യമായ സാധനങ്ങളുമായി തിരിച്ചെത്തി. മീരെ, ഗ്രാമത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. നിന്റെ അച്ഛൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്റെ വീട്ടിലും അവർ അന്വേഷിച്ചു ചെന്നു. പക്ഷെ നമ്മൾ ഇവിടെയുണ്ടെന്ന് അവർക്കറിയില്ല. കുറച്ചു ദിവസം നമ്മൾ പുറത്തിറങ്ങരുത്. ആകാശിന്റെ വാക്കുകളിൽ ഒരു ആശങ്ക നിഴലിച്ചിരുന്നു. പോലീസ് സംവിധാനം പലപ്പോഴും ഇത്തരം കേസുകളിൽ കുടുംബത്തിനൊപ്പമായിരുന്നു നിൽക്കാറുള്ളത്. ആകാശിന്റെ അച്ഛനും
ഈ ഒളിച്ചോട്ടത്തിൽ വല്ലാതെ പ്രകോപിതനായിരുന്നു. തന്റെ ബിസിനസ് അന്തസ്സിന് മകൻ കരിവാരിത്തേച്ചു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. നമുക്ക് വിവാഹം കഴിക്കണം ആകാശേ, നിയമപരമായി, അല്ലെങ്കിൽ അവർ നമ്മളെ പിടിക്കും, മീര പറഞ്ഞു. അതെ മീരെ, വിനയൻ വക്കീലുമായി സംസാരിക്കുന്നുണ്ട്. പ്രായപൂർത്തിയായ 2 വ്യക്തികൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ അച്ഛൻ ഇത് അത്ര എളുപ്പത്തിൽ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് രാത്രി അവർ ആ കൊച്ചുമുറിയിൽ തറയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. പുറത്ത് നഗരത്തിലെ തെരുവു വിളക്കുകൾ തെളിഞ്ഞു. ദൂരെ എവിടെയോ ഒരു റേഡിയോയിൽ നിന്ന് പാട്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു. ആ സംഗീതം അവർക്ക് ഗ്രാമത്തിലെ ആ പഴയ രാത്രികളെ ഓർമ്മിപ്പിച്ചു. പെട്ടെന്ന് താഴെ ഒരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു. ആരോ പടികൾ കയറി വരുന്നുണ്ട്. മീര പേടിയോടെ ആകാശിനെ നോക്കി. ആകാശ് വാതിലിന് അരികിലേക്ക് ചെന്നു. വാതിലിൽ ഒരു മുട്ടൽ കേട്ടു. ആകാശേ, ഇത് ഞാനാണ്, വിനയൻ. ആകാശ് വാതിൽ തുറന്നു. വിനയൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആകാശേ, സൂക്ഷിക്കണം. നിന്റെ അച്ഛന്റെ ആളുകൾ നഗരത്തിലെ എല്ലാ ലോഡ്ജുകളിലും വീടുകളിലും അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് നിന്റെ പഴയ സുഹൃത്തുക്കളെ സംശയമുണ്ട്. നമ്മൾ ഉടനെ ഇവിടുന്ന് മാറേണ്ടി വരും. ഭയത്തിന്റെ കാർമേഘങ്ങൾ വീണ്ടും അവരുടെ തലയ്ക്ക് മുകളിൽ രൂപപ്പെടുകയായിരുന്നു. നഗരത്തിലെ ആ അഭയം അത്ര സുരക്ഷിതമല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രണയം വീണ്ടും ഒരു നാടുകടത്തലിന് തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ അവർക്കറിയാമായിരുന്നു ഇനിയൊരു മടക്കയാത്രയില്ലെന്ന്. ആകാശ് മീരയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നമ്മൾ എങ്ങോട്ടും പോകില്ല മീരെ. ഈ നഗരത്തിന്റെ തിരക്കിനിടയിൽ നമ്മൾ അലിഞ്ഞു ചേരും. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.